നാടൻ പാട്ടിനെ ജീവതാളത്തോളം സ്നേഹിച്ച നിജുലിനി ഓർമ്മയാണ്. അർബുദ രോഗത്തോട് പൊരുതുമ്പോഴും അതിജീവനത്തിന്റെ തുടിപ്പാട്ടുകളുമായി ഈ ചെറുപ്പക്കാരൻ വേദികളിൽ നിറഞ്ഞാടിയിരുന്നു. ചൊവ്വാഴ്ച പകൽ 11 മണിയോടെയാണ് ചികിത്സയിലിരിക്കെ നിജുൽ വിട പറയുന്നത്. ഷൊർണൂരിന്റെ സാംസ്കാരിക ഭൂമികയിൽ പിറന്നു വീണ കുഞ്ഞു താരകമായിരുന്നു നിജുൽ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്യപൂർവമായ അർബുദ രോഗത്തോട് പൊരുതാനായിരുന്നു അവന്റെ വിധി. അപ്പോഴും അവൻ നാടൻ പാട്ടിനെ കൈവിട്ടില്ല. ആശുപത്രി കിടക്കയിൽ കിടന്നും വരികൾ എഴുതി ഈണം പകർന്ന ഡോക്ടർമാരെ ചൊല്ലിക്കേൾപ്പിച്ചു. രോഗത്തോട് പൊരുതാനുള്ള അവന്റെ ആത്മവിശ്വാസം നാടൻ പാട്ടായിരുന്നു. നാടൻ പാട്ടിനെ ജീവതാളമാക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് 17-ാം വയസ്സിൽ നിജിലിനെ ബീസൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അത്യപൂർവ അർബുദ രോഗം വേട്ടയാടിയത്. അർബുദ രോഗമാണെന്നറിഞ്ഞിട്ടും ആത്മവിശ്വാസം മുറുകെ പിടിച്ചു പൊരുതാൻ തന്നെയായിരുന്നു നിജിലിന്റെ തീരുമാനം. അപ്പോഴും നാടൻ പാട്ടിനെ നെഞ്ചിലേറ്റി 8 മാസക്കാലം RCCയിലും പിന്നീട് മലബാർ ക്യാൻസർ സെന്ററിലുമായിരുന്നു ചികിത്സ. കൂട്ടിരിപ്പുകാരായ അമ്മയ്ക്കും അച്ഛനും അവൻ ധൈര്യം പകർന്നു. 50 ലക്ഷം രൂപയോളം ചിലവ് വന്ന കാൽറ്റീസൽ തെറാപ്പി ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഷൊർണൂരിലെ കൂട്ട കലാവേദി നാടൻപാട്ട് സംഘത്തിന്റെ വേദികളിൽ മുന്നണി ഗായകനായി നിജിൽ സജീവമായി വരികയായിരുന്നു. ഇതിനിടെയാണ് വീണ്ടും രോഗം മൂർച്ഛിച്ചത്. ചികിത്സയ്ക്കായുള്ള പണം മുഴുവൻ സമാഹരിച്ചത് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയായിരുന്നു. 5 വയസ്സു മുതൽ പാടിത്തുടങ്ങിയ നിജിലിന്റെ 5-ലധികം ആൽബങ്ങളും ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പകൽ 11 മണിയോടെയാണ് മരണം. UTV ന്യൂസ്, പാലക്കാട്.